നമസ്കാരം. ചോറ്റാനിക്കരയിലെ 16-കാരിയായ സ്കൂൾ വിദ്യാർത്ഥിനിയെ പാറമടയിൽ മരിച്ചനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. രാവിലെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോയ പെൺകുട്ടിയെ വീടിന് സമീപമുള്ള ഉപയോഗശൂന്യമായ കരിങ്കൽ ക്വാറിയിലെ വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തിരുവാങ്കുളം കക്കാട് കിണറ്റിങ്കൽ പറമ്പിൽ മഹേഷിന്റെയും രമ്യയുടെ മകൾ ആദിത്യയായിരുന്നു മരിച്ചത്. കേവലം 16 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടി എന്തിനാണ് മരിച്ചതെന്നും എഴുതി വെച്ചതിന് ശേഷമാണ് ആത്മഹത്യ ചെയ്തത്. കുട്ടിയുടെ സ്കൂൾ ബാഗിൽ നിന്നും വലിയ ഒരു ദീർഘമായ ആത്മഹത്യക്കുറിപ്പും കണ്ടെത്തിയിരുന്നു. താൻ വളരെയേറെ പ്രണയിച്ചിരുന്ന കൊറിയൻ പോപ്പ് താരം ഒരു കാർ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. ഇത് തനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് താൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ളതായിരുന്നു കുറിപ്പിൽ എഴുതിയത്. ഇംഗ്ലീഷിലായിരുന്നു കുറിപ്പ്. എന്നാൽ കുട്ടി മരണപ്പെട്ടിട്ടും ഒരാഴ്ച കഴിഞ്ഞിട്ടും ഈ മരണത്തിലെ ദുരൂഹത നീക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത്. ഇൻസ്റ്റഗ്രാം വഴി ആദിത്യ പരിചയപ്പെട്ട കൊറിയൻ സുഹൃത്തിന്റെ മരണത്തിൽ മനം നൊന്ത് മരിച്ചു എന്നായിരുന്നു കുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പ്. മരണം നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷവും കുട്ടിയുടെ ഫോൺ തുറന്ന് പരിശോധിക്കാൻ പോലീസ് ശ്രമിക്കുന്നില്ല. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വ്യാജമാണോ എന്നാണ് ബലമായ സംശയം. പ്രശസ്തമായ ഒരു പോപ്പ് താരമായിരുന്നു എന്നുള്ളതായിരുന്നു ആദിത്യയുടെ അവകാശവാദം. എന്നാൽ ആകെ 12 ഫോളോവേഴ്സ് മാത്രമാണ് ഈ പോപ്പ് താരത്തിൻ്റെ അക്കൗണ്ടിൽ ഉള്ളത്. അധ്യാപകരാണ് ഇത്തരത്തിൽ മൊഴി നൽകുന്നത്. കൊറിയൻ പ്രണയച്ചതിയിൽ ഉൾപ്പെട്ട കൂടുതൽ കുട്ടികൾ ഉണ്ടോ എന്നതിലും അധ്യാപകർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ജനുവരി 1 ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു കൊറിയൻ സുഹൃത്ത് 19-ാം തീയതി അയാളുടെ മരണം സംഭവിക്കുന്നു. ഈ വിവരം അറിഞ്ഞുള്ള മനോവിഷമം ആദിത്യയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത്. എന്നാൽ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വ്യാജമാണെന്നാണ് നിഗമനം. ജനുവരി 1 പരിചയപ്പെട്ട കൊറിയൻ സുഹൃത്ത് 19-ാം തീയതി മരിച്ചുവെന്ന വിവരം അറിയുന്നു. അതിൽ വലിയ മനോവിഷമത്തിലാണ് താനെന്നും ആ സുഹൃത്തിനൊപ്പം താനും ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് കുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിൽ ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷിലും കുറച്ച് കൊറിയൻ ഭാഷയിലും അടക്കം പെൺകുട്ടി തയ്യാറാക്കിയ 2.5 പേജുള്ള ആത്മഹത്യക്കുറിപ്പ് പെൺകുട്ടിയുടെ സ്വന്തം ബാഗിൽ നിന്നാണ് ചോറ്റാനിക്കര പോലീസ് കണ്ടെടുത്തത്. തന്നെ ഏറെ സ്നേഹിക്കുന്ന അച്ഛനെയും അമ്മയെയും ഓർത്ത് വിഷമമുണ്ടെന്നും എന്നാൽ സുഹൃത്തിന്റെ മരണം താങ്ങാവുന്നതിൽ അപ്പുറമാണ് എന്നാണ് കുറിപ്പിൽ എഴുതി വെച്ചത്. കൊറിയൻ ഭാഷയിലുള്ള കുറിപ്പുകളും പുസ്തകത്തിൽ ഉണ്ടായിരുന്നു. കൊറിയൻ ഭാഷ പോലീസ് പരിഭാഷപ്പെടുത്തുകയാണ് ചെയ്തത്. സ്കൂളിലേക്ക് പോയ പെൺകുട്ടിയുടെ മൃതദേഹം ശാസ്താംകോളിലെ കരിങ്കൽ ക്വാറിയിലാണ് കണ്ടെടുത്തത്. ക്വാറിയുടെ കരയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സ്കൂൾ ബാഗ് പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആദിത്യയുടെ മൃതദേഹം കണ്ടെത്തിയത്. ചോറ്റാനിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് 1-ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു. മാതാവ് രമ്യയാണ്. ആദിത്യ പിന്തുടർന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് ആകെ 12 ഫോളോവേഴ്സ് മാത്രമാണുള്ളത്. ഒരു പ്രശസ്ത കൊറിയൻ ബാൻഡ് അംഗത്തിന് ഇത്ര കുറഞ്ഞ ഫോളോവേഴ്സ് ഉണ്ടാവില്ല എന്നിരിക്കെ ഇതൊരു വ്യാജ അക്കൗണ്ട് ആണെന്നാണ് അധ്യാപകരും പോലീസും സംശയിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ കൊറിയൻ ആരാധകരെ സൃഷ്ടിക്കപ്പെടുന്ന അക്കൗണ്ടുകൾ ഉണ്ടോ, അതോ ഇതുപോലുള്ള ധാരാളം കുട്ടികൾ ഇങ്ങനെയുള്ള കെണികളിൽ പെടുന്നുണ്ടോ? ഇതൊരു ഫേക്ക് അക്കൗണ്ട് ആണ് എങ്കിൽ, ഒരു വ്യാജ പ്രൊഫൈൽ ആണ് എങ്കിൽ അത് പരിശോധിക്കേണ്ടതല്ലേ? കൂടുതൽ കുട്ടികൾ കെണിയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം സംരക്ഷിക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. മാത്രമല്ല, ആദിത്യയെ ആരോ പറഞ്ഞു പറ്റിച്ചതാണ്. ഇനി ആ അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ആദിത്യയോടുള്ള പകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ പോലീസ് നിസ്സംഗത പാലിക്കുകയാണ് ഈ ആത്മഹത്യയിൽ എന്നത് വ്യക്തമാവുകയാണ്. കുട്ടികളെ ആകർഷിക്കാൻ കൊറിയൻ താരങ്ങളുടെ പേരും ചിത്രവും ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഇത്തരം അക്കൗണ്ടുകൾക്ക് പിന്നിൽ വലിയൊരു കെണി ഉണ്ടാകാമെന്നും അധ്യാപകർ ഭയപ്പെടുന്നുണ്ട്.